ശരി, എന്നാൽ അങ്ങനെയാണ്. അവരുടെ ആവശ്യപ്രകാരമാണ് ഇന്നലെ ലൈവിൽ വന്നത്. ഇവിടെ ഞാനിട്ട ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരാൾ അമുസ്ലിമായാൽ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പഠിച്ച പണി 18 വിശ്വാസികൾ ശ്രമിക്കും. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ആദ്യം പഠിപ്പിക്കപ്പെടുന്നത് അവരുടെ കാഫിറുകളായ മാതാപിതാക്കളിൽ നിന്നും ഒഴിവാകാനാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വിഷയം കൂടി ഞാൻ പറയാം ഇതുമായി ബന്ധപ്പെടുത്തി. നമ്മുടെ എം അക്ബറിന്റെ പീസ് സ്കൂൾ, അവിടെ എന്താണ് ഒരു 7 വയസ്സുകാരൻ പഠിച്ചിരുന്നത്, അവനെ എന്താണ് പഠിപ്പിച്ചിരുന്നത് എന്ന് പകൽ പോലെ വ്യക്തമായി മാധ്യമങ്ങളിലൂടെ കണ്ടവരാണ് നമ്മൾ. അതിന്റെ പേരിൽ എം അക്ബറിനെ അറസ്റ്റ് ചെയ്തതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ തൻ്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം എന്ന് 7 വയസ്സുകാരനായ സഹകൂട്ടുകാരനെ പഠിപ്പിക്കുവാണ്. 1, പേരുമാറ്റണം. 2, ഷഹാദ ചൊല്ലണം. 3, ഹലാൽ ഫുഡ് കഴിക്കണം. 4, അവന്റെ കഴുത്തിൽ കൊന്തയോ നൂലോ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കുറിയോ അതൊക്കെ മായ്ച്ചു കളയണം. പിന്നെ അവസാനത്തേത് റൺ അവേ ഫ്രോം ദി പാരൻസ്, പേരൻസിൽ നിന്നും ഓടി രക്ഷപ്പെടണം. എങ്ങനെയുണ്ട്? ഒരു 7-8 വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുവാണ്. ഇത്തരം ആലയങ്ങളിൽ എന്തു വിശ്വസിച്ചാണ് നമ്മൾ നമ്മുടെ മക്കളെ മതേതര മലയാളിക്കരയാണെന്ന് പറഞ്ഞു കൊണ്ടുവിടുന്നത്? ഇവിടെ നമുക്കറിയാം, കുടുംബശ്രീക്കാര് ഒരു പ്രതിജ്ഞ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവിടെ ഈക്വാലിറ്റി മാത്രമേ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളൂ. ആണിനും പെണ്ണിനും തുല്യമായിട്ട് സമ്പത്ത് വിഹിതം ചെയ്യണം എന്നൊക്കെയുള്ള വിഷയം മാത്രം. ബോധപൂർവം ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവർ കാഫിറായി മാറും. ഇനിയും കുടുംബശ്രീക്കാരത് പിൻവലിച്ചിട്ടും ആ പ്രതിജ്ഞയെ വിടാതെ വിമർശിച്ച് രംഗത്ത് വന്നു ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവ്, ജമാഅത്തിന്റെ നേതാവ്. അത്തരക്കാരെ മുസ്ലിമായി പരിഗണിക്കാൻ പാടില്ലെന്നും അത്തരക്കാരുമായി ദാമ്പത്യം തുടരരുതെന്നും അതാണ് ശരീഅത്തിന്റെ വിധിയെന്നുമാണ് വിശദീകരണമായി പറഞ്ഞത്. ഇവര് ഈ നാടിനെ മതരാജ്യമാക്കി മാറ്റാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും ഒരു വിഷയമാണ്. ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട് എന്തിൻ്റെ എങ്കിലും പേരിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകൾ ആദ്യമായി പഠിപ്പിക്കപ്പെടുന്ന ഖുർആൻ വചനം അവർക്ക് അമുസ്ലിം ഗൈഡൻസ് പാടില്ല എന്നാണ്. ചിത്ര എന്ന പെൺകുട്ടി മതം മാറി നസ്രിൻ എന്ന പേര് സ്വീകരിച്ചു. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ പിതാവ് ഏകമകളാണ് ചിത്ര. ഇപ്പോൾ ആർഷ വിദ്യാസമാജത്തിലുണ്ട്. ഈ പെൺകുട്ടി മതം മാറിയത് അറിഞ്ഞിട്ട് അച്ഛൻ ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായി. ആ സമയത്ത് എല്ലാവരും ഈ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ അച്ഛൻ ആശുപത്രിയിലാണ്, തിരിഞ്ഞു നോക്കിയില്ല. മുമ്പ് ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് പോയിട്ട് ആ പെൺകുട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് ഇവിടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ആങ്ങളമാരുണ്ട്, ഈ മതത്തിലേക്ക് വന്നതല്ല, എല്ലാവരെയും പുതിയതായിട്ട് കിട്ടി. ഞങ്ങളോട് പറഞ്ഞത് കോടതിയിൽ വരുമ്പോഴേ അവർ പല ഉഡായിപ്പും കാണിക്കും. തല ചുറ്റി വീഴും, ഹൃദയാഘാതം വന്നെന്ന് പറയും, ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കും, മരിച്ചു എന്ന് പറയും, അതിലൊന്നും വീഴരുതെന്ന്. അപ്പം അത്രയ്ക്ക് കഠോരമായി ട്യൂഷൻ ലഭിച്ചിട്ടാണ് ഇവർക്ക് പിന്തുണയുമായി വരുന്ന ആളുകൾ ഇവരുമായി കോടതിയിലെത്തുന്നത്. ജന്മം നൽകിയ പിതാവിന് ഹൃദയാഘാതം വന്നിട്ട് ഇത്രയും കാലം ഒരു പല്ലു വളരുമ്പോൾ ഒരു സന്തോഷം, കുട്ടി ഒരു വാക്കുരിയാടുമ്പോൾ ഒരു സന്തോഷം, അത് ചിരിച്ചാൽ സന്തോഷം, ഉണർന്നാൽ സന്തോഷം,
ഉറങ്ങിയാൽ സന്തോഷം, എല്ലാം മാതാപിതാക്കൾ അങ്ങനെ നോക്കി നോക്കി കാണുവാണ്. കൈ വളരുന്നു, കാല് വളരുന്നു, പാൽപ്പല്ല് വളരുന്നു എന്ന് നോക്കി. അങ്ങനെ 10-23 വർഷം കഷ്ടപ്പെട്ട് മാറി മാറി വരുന്ന വളർച്ചയ്ക്ക് അനുസൃതമായ രൂപത്തിൽ ജീവിത സൗകര്യങ്ങൾ വിശാലമാക്കി കൊടുത്ത മാതാപിതാക്കൾ അവിടെ നിൽക്കട്ടെ. അവരുടെ വസ്ത്രം, ഭക്ഷണം, അവരുടെ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റെല്ലാ ശരീരാവയവങ്ങളും അതിൽ പങ്കു ചേർന്ന് ഉണർന്നിരിക്കുന്നത് പോലെ മാതാപിതാക്കൾ എത്ര കണ്ടൊരു കുഞ്ഞിനു വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് നമുക്കറിയാം. അവരുറങ്ങിയിട്ടല്ലാതെ ഉണരാൻ സാധിക്കില്ല. എത്ര വർണ്ണിച്ചാലും എത്ര വിവരിച്ചാലും മാതാപിതാക്കൾ അനുഭവിച്ച ത്യാഗത്തിന്റെ കഥ അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം അവര് മക്കളെ വളർത്തിയ കാലഘട്ടത്തിലല്ല നമ്മൾ വളർത്തുന്നത്. തുണി കല്ലിലടിച്ച് കഴുകിയും അരകല്ലിൽ അരച്ചും മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ ചതച്ചരച്ചും. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ വെള്ളമില്ല. ഞങ്ങൾ എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്ത് കലത്തിനകത്ത് വെള്ളം പിടിച്ച് തലയിൽ വെച്ച് ചുമന്നാണ് കൊണ്ടുവരുന്നത്. വിറകില്ല. പറയമ്പാറയെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി വിറക് കാറ്റിലും മഴയിലും ഒക്കെ വീഴുന്ന വിറക് പെറുക്കി കൊണ്ടുവന്ന് കെട്ടി തലയിൽ വെച്ച് ചുമന്ന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വേണം വീട്ടിലെത്തിക്കാൻ. അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു. നെല്ല് പുഴുങ്ങണം, അത് ഇടിക്കണം. പിന്നെ നെല്ലിനൊരു അല്പം വില കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്ര കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. പിന്നെ കുട്ടികളെയും കൂടി നോക്കാനാണെങ്കിലും അന്ന് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയ സംവിധാനമൊന്നുമില്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഒരിക്കലും എൻ്റെ ഉമ്മച്ചി എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടം മഴ പെയ്താലും കുഴപ്പമില്ല, വെയിലും മഴയും ഒക്കെ കൊണ്ട് നമ്മൾ മണ്ണിന്റെ മണമറിഞ്ഞാ വളർന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഒരു പനി പിടിക്കത്തില്ല. കാറ്റ് കൊണ്ടാലും പ്രശ്നമില്ല. എവിടെയെങ്കിലും വീണു, ഒന്ന് മുറിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ ചാറ് നമ്മൾ പിഴിഞ്ഞൊഴിക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. അത്രേ ഉള്ളൂ നമ്മുടെ അസുഖങ്ങൾ. ഇന്നത്തെ പോലെ മിണ്ടിയാലുടനെ ഒരു ജലദോഷം വന്നാലുടനെ കൊണ്ടുവിടും, ഒരു 3 ഡോക്ടറെങ്കിലും കാണിക്കും, സമാധാനം ഇല്ലാതെ. അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു പരിതസ്ഥിതിയിലാണ് നമ്മളൊക്കെ ജീവിച്ചത്. അപ്പൊ ഇത്രയും ജോലി ചെയ്ത് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ ചില സമയം മുളക് പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ഉണ്ടാവില്ല. മുളകും മല്ലിയാണ് അരയ്ക്കുന്നത്. ഇന്നത്തെ പോലെ പൊടി സൗകര്യമല്ലല്ലോ. ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കുമ്പോൾ വിറകുണ്ടാകത്തില്ല. വിറകും കൂടി സംഘടിപ്പിച്ച് വരുമ്പോൾ വെള്ളം ഉണ്ടാകത്തില്ല. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട്, ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലമാണ് പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടേതും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിനേക്കാൾ പരിതാപകരമായ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടുള്ള ആളുകളും ഉണ്ടാകും. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട്, അതിനിടയ്ക്ക് ഞങ്ങളാണെങ്കിൽ 10-13 മക്കളും ഇത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ആ മാതാപിതാക്കൾക്കെതിരെ മക്കള് തിരിഞ്ഞാലുള്ള വേദന ഉണ്ടല്ലോ, താങ്ങാൻ പറ്റില്ല. എൻ്റെ അമ്മച്ചിക്കൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമാണ്. പെട്ടെന്നിരുന്ന് കരയും. പിന്നീട് ഞാൻ അമ്മച്ചി ഇപ്പം കോട്ടയെന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ പിന്നാലെ പോകും. അപ്പോൾ ഇപ്പം ഞാനൊരു ഉമ്മയായപ്പോഴാണ് എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അതാണ് നമ്മൾ ഓരോ സ്റ്റേജസിൽ എത്തുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാക്കുക. കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെക്കാൾ അന്ന് ചിത്രയ്ക്ക് വലുതായിരുന്നു ചിത്രയെ മതം മാറ്റി ഈ മാതാപിതാക്കൾക്കെതിരെ തിരിച്ച, ട്യൂഷൻ കൊടുത്ത വാടക ഉമ്മയും വാപ്പയും ആങ്ങളമാരും ജ്യേഷ്ഠത്തിമാരുമൊക്കെ. ഇവരെ നല്ല രൂപത്തിൽ ഖുർആൻ പഠിപ്പിക്കപ്പെടും. സെലക്റ്റീവായിട്ടുള്ള ഒരു വചനം. ഇവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു പഠിക്കണം എന്തു പഠിക്കണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഒരു സംഘം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവര്, അതായത് ആ എതിർത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ, എങ്ങനെയുണ്ട് മാതാപിതാക്കള്
പുത്രന്മാര്, സഹോദരങ്ങള്, ബന്ധുക്കള് എല്ലാം ആയിക്കഴിഞ്ഞു. അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരാകുന്നു അള്ളാഹുവിന്റെ കക്ഷി. അറിയുക, തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ. 58-ാം അധ്യായം 22-ാമത്തെ വചനം. ഒരുപാട് വചനങ്ങളുണ്ട് ഈ രൂപത്തില്. സൂറത്തുൽ ബഖറയിലാണ് ഇതിനെ സംബന്ധിക്കുന്ന അനേകം വചനങ്ങൾ ഉള്ളത്. അപ്പോ അമുസ്ലിങ്ങളായ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ കുടുംബക്കാരോടോ നീ ചങ്ങാത്തത്തിലാകരുത്. നീ അവരുമായി സൗഹൃദത്തിലാകുകയോ ഒരു ബന്ധം സ്ഥാപിക്കുകയോ ചെയ്താൽ അള്ളാഹു നീയുമായിട്ടുണ്ടാക്കിയ കരാറിനെ എടുത്തു മാറ്റുമെന്നാണ് ഖുർആൻ പറയുന്നത്. നല്ല രൂപത്തിൽ തെറിവിളികൾ വരുന്നുണ്ട്. ഞാനേ നബിയോട് സ്നേഹമുണ്ടോ, അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ, എൻ്റെ മാതാപിതാക്കളോട് സ്നേഹമുണ്ടോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? അതായത് ഇസ്ലാം എന്തു പഠിപ്പിക്കുന്നു, ഇസ്ലാം എന്തു പറയുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ എന്താണ് പറയുന്നത്, ഹദീസിൽ എന്താണ് പറയുന്നത്. പിന്നെ നിങ്ങൾ രാത്രി സൗന്ദര്യം ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വരണ്ട. ഞാൻ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന ആളല്ല. ഞാൻ എന്നിലേക്ക് എൻ്റെ സൗന്ദര്യം കാണിച്ച് നിങ്ങളെ ഒന്നും വശീകരിക്കാനിരിക്കുന്ന പെണ്ണുമല്ല. അങ്ങനെയുള്ള ആളുകളൊന്നും വരേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുള്ള വസ്തുതയാണ്. തീട്ടം കാണാൻ നീ പോയി തീട്ടം കണ്ടു. നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിന്നെ ആരെങ്കിലും അടിയും തന്ന് വിളിച്ചോ ഇങ്ങോട്ട് വരാന്? ഇല്ലല്ലോ. പൊയ്ക്കോ നിങ്ങളൊക്കെ. എടാ എല്ലാം തന്നെ എല്ലാവരും ആ മക്കള് തന്നെയാടാ. നിന്നെ കക്കിയിട്ടതൊന്നും അല്ലല്ലോ. കണ്ടില്ലേ, ഓരോരുത്തര് കേറി വരുന്നത് ഈ ഒരൊറ്റ ആശയത്തിന് വേണ്ടിയാ. ഇവർക്കിത് മാത്രമേ ആവശ്യമുള്ളൂ. അറഫാത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഞാനും എൻ്റെ ഉമ്മയും തമ്മിലുള്ള വിഷയം. അറഫാത്തിന് കൂട്ടിക്കൊടുപ്പാണോ പണി? ഉമ്മായെ കൂട്ടിക്കൊടുത്തായിരിക്കും തുടക്കം അല്ലേ? ശരി. തെറി വിളിക്കുന്നവരെ മൈൻഡ് ആക്കണ്ട. അല്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നതല്ല. ചില ആളുകളെ അത്രയ്ക്ക് അനാവശ്യങ്ങളുമായിട്ട് കയറി വരുന്ന ആളുകളെ പറഞ്ഞു വിടിയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടവർ പോയി കിടന്നു തുടങ്ങിക്കോട്ടെ. രാത്രി നേരം ഏറെ വൈകിയില്ലേ? നിന്നെ എന്താ മേലോട്ട് എടുക്കാത്തതെന്ന് പഠിച്ചതല്ലേ? പഠിച്ചോൻ വിചാരിച്ചാൽ പറ്റില്ലടി. ആരെയും മുകളിലോട്ട് എടുക്കണം താഴോട്ട് എടുക്കണം എന്നൊക്കെ പഠിച്ചോനല്ലേ തീരുമാനിക്കുന്നത്. നോക്ക്, ഇവരുടെയൊക്കെ രീതികൾ നോക്കിക്കോ. ഒരു മുഹമ്മദീയന്റെ സംസ്കാരമാണ്. ഇവർക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരു പെണ്ണ് എന്ന് കണ്ടാൽ ഈ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ. അപ്പോ ഒരു അമുസ്ലിം ആള് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവര് കാഫിറാണ്. അവരെ ഇനിയും ഏത് രൂപത്തിൽ ഉപദ്രവിച്ചാലും ശരി, ഒരു പ്രശ്നമില്ല. നമ്മൾ കണ്ടില്ലേ, ഹമാസ് ഭീകരർ ഇസ്രയേലിലെ ജൂത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് പോയിട്ട് ഏത് രൂപത്തിലാണ് ഉപദ്രവിച്ചതെന്ന് കണ്ടില്ലേ നമ്മള്? അവരതിനെ പറഞ്ഞ ന്യായം എന്താ? കാഫിറാണ്.
ഒന്നാമത്തെ കാര്യം, മുസ്ലിം സ്ത്രീകൾ ഒരുപാട് പേര് ഇപ്പൊ എന്റെ ലൈവ് ചാറ്റിൽ വരാറുണ്ടോ, ഒക്കെ തെറി പറഞ്ഞിട്ടാ വരുന്നത്. പുരുഷന്മാര് വിളിക്കുന്നതിനേക്കാൾ 100 ഡിഗ്രി ഏറെയാണ് അവര് വിളിക്കുന്ന തെറികള്. അപ്പൊ അവരും ചിന്തിക്കുന്നുണ്ടാകും, എന്താ ഞങ്ങൾക്ക് തെറി വിളിച്ചാൽ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. തെറി ഇപ്പൊ എന്താ പുരുഷന്മാർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതാ, അതുകൊണ്ട് അപ്പിക്കുപ്പായക്കാരികളും തെറി വിളിക്കട്ടെ എന്ന് അവര് ചിന്തിച്ചു കാണും. ശരി, വിളിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇവരിങ്ങനെ അപ്പിക്കുപ്പായം ഇട്ട് മൂടി നടക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ തലയിൽ തീരെ സൂര്യപ്രകാശം ഏൽക്കുന്നില്ലല്ലോ. ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട് ഒന്നാമത്തെ കാര്യം വിറ്റാമിൻ ഡിയുടെ പ്രശ്നം വരുന്നുണ്ട്. ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട്. പിന്നെ ബുദ്ധി പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇബ്രാഹിം നബിയെ നമ്രൂദ് എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവ് ഒരു തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് ഈ പൈതലായിരുന്നു അന്ന്. ഈ പൈതല് ഇങ്ങനെ ഇതിനോട് പറയാണ്, തീയോട് പറയാണ്, യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഏ തീയേ നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും സമാധാനവുമാക്കുക എന്ന് പറഞ്ഞത്രേ. കുഞ്ഞു പറഞ്ഞത് ആരാ കേട്ടതെന്നൊന്നും അറിയില്ല, ആരാണെന്ന് റിപ്പോർട്ട് ചെയ്തതെന്നും അറിയില്ല, ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിമിന് ഒന്നും പറ്റിയില്ല. പക്ഷേ ആ തീക്കുണ്ടാരത്തിന്റെ ചുറ്റിനും ഇങ്ങനെ ആളുകൾ ഇരുന്നപ്പോ ഒരു പല്ലി അവിടെ ഇരുന്നിട്ട് ചലിച്ചു. ഇവര് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പല്ലി ഊതിയതാണ്. തീയോട് ബർദൻ വ സലാമൻ അല ഇബ്രാഹിം എന്ന് കുഞ്ഞു പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് തീയൊക്കെ ഒന്ന് കെട്ടു വന്നപ്പോ പല്ലിയിരുന്നു ഊതുക. അതുകൊണ്ടാണ് പല്ലി വിശ്വാസികൾക്ക് ഹറാമായത്. ഈ പല്ലി ഊതിയത് തീ അണയ്ക്കാൻ വേണ്ടിയാണെങ്കിലോ അണ്ണാറക്കണ്ണനും തന്നാലായത് തന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നതാണെങ്കിലോ പോട്ടെ. ഒരു മക്കാരൻ പല്ലി ഈ നബിയെ തീ ഊതി, പല്ലി ഊതിയാൽ എത്ര ഊതും, എത്ര തീ ആളിക്കത്തും. ശരിയിരിക്കട്ടെ, തലയ്ക്കകത്ത് ആള് താമസമില്ലാന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണം അതാ. അതിന്റെ പേര് ലോകത്തുള്ള സകലമാന പല്ലികളെയും ഒറ്റയടിക്ക് കൊന്ന സ്വർഗം. നല്ല പ്രതിഫലമാണ്. 2 അടിക്ക് കൊന്നാലും വേറെയും പ്രതിഫലമുണ്ട്, 3 അടിക്ക് കൊന്നാലും പ്രതിഫലമുണ്ട്. ഓരോന്നിനും ഓരോ ഹിസ്റ്ററി ഉണ്ട്. പല്ലിയും പന്നിയും പട്ടിയും ഒക്കെ. ഈ ജീവികളെ അള്ളാഹു ഉണ്ടാക്കിയത് തന്നെ കാഫിറായിട്ടാണ്. അതുപോലെ തന്നെ എന്തിനായിരിക്കും ആ മുസ്ലിങ്ങളെ ഉണ്ടാക്കിയത്? കാഫിറാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് കുറച്ച് സ്ത്രീകളെ ഉണ്ടാക്കി വിട്ടത്? ആ സ്ത്രീകൾക്ക് എന്നിട്ട് ബുദ്ധി കുറവാണ്, അവർക്ക് വിവരം കുറവാണ്, അവർക്ക് പീരിയഡ്സ് ഉണ്ട്, ആർത്തവമുണ്ട്, അത് രണ്ടും ഒന്നാണല്ലേ, പ്രസവമുണ്ട്. അതുകൊണ്ട് ആ സമയത്തൊന്നും അവർക്ക് നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ഭക്തി കുറഞ്ഞു പോയത്. അള്ളാഹു ഉണ്ടാക്കിയതാണ്. അള്ളാഹു ഉണ്ടാക്കിയതാണ് ഈ മനുഷ്യരെ. അവർക്ക് ബുദ്ധി കുറച്ചു കൊടുത്തത് പഠിച്ചു തന്നെ ആ സ്ത്രീകൾക്ക്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതൊക്കെ തുറന്ന് പറയുന്നതിനാണ് ഇങ്ങനെ തെറി വിളിച്ചു കൂട്ടുന്നത്, അനാവശ്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ബുദ്ധിയില്ല. നിങ്ങൾ മുമ്പൊരു വാർത്ത വായിച്ചിട്ടുണ്ടാവും. വടക്കൻ കേരളത്തിൽ കണ്ടെടുത്തത് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ 266 വിദേശ നിർമ്മിത വെടിയുണ്ടകളാണ്. ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ഇവർ പരിശീലനം നടത്തിയത്. അതിന്റെ തെളിവുകൾ NIA ശേഖരിച്ചിട്ടുണ്ട്, പോലീസിനും ലഭിച്ചിട്ടുണ്ട്. അവർ പരിശീലനത്തിനായി അവിടെ വെടിയുണ്ടകൾ ഉപയോഗിച്ചു എന്നത് കൃത്യമായി അവരെ പ്രസ് മീറ്റിൽ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. വിദേശ നിർമ്മിത വെടിയുണ്ടകൾ ഉപയോഗിക്കണമെങ്കിൽ അതിനനുയോജ്യമായ വിദേശ നിർമ്മിത തോക്കുകളും വേണ്ടേ? അതിനു പറ്റിയ വൈദഗ്ധ്യം വേണ്ടേ ഇവർക്ക്? അതവിടെ നിന്നും ഇവിടെ ഇവരുടെ കരങ്ങളിൽ തന്നെ എത്തണ്ടേ? ഇവരപ്പോ ആർക്കൊക്കെയാണ് പരിശീലനം നൽകിയിട്ടുള്ളത്? ഇങ്ങനെ കണ്ടെടുക്കുന്നതിലധികവും അബദ്ധത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. അതിനർത്ഥം
ഈ കൊച്ചു കേരളത്തിൽ തോക്കുമായി ധാരാളം ആളുകൾ ഉണ്ടകളുമായി ഒഴിഞ്ഞു നടക്കുന്നുണ്ട് അവസരം കാത്ത്. ദുബൈ ഗവൺമെന്റ് നടത്തുന്ന കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ തുറമുഖം വഴി, അതുപോലെ കൊച്ചി വിമാനത്താവളം വഴിയൊക്കെ 10,000 തോക്കുകളാണ് കണ്ടെയ്നർ കണക്കിന് നോട്ടുകൾ വന്നതുപോലെ നമ്മുടെ നാട്ടിലെത്തിയത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് എന്താ വേണ്ടത്? രാജ്യമല്ല, അവർക്ക് വേണ്ടത് അധികാരമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇനിയും ഇവിടെ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവരുടെ മതവികാരം എത്ര വ്രണപ്പെട്ടാലും ശരി, വോട്ട് ബാങ്കില്ലല്ലോ, കുഴപ്പമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? മുസ്ലിങ്ങളുടെ മതവികാരത്തെ തൊട്ട് കളിക്കണ്ട. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളുമായി സൗഹൃദത്തിലാകുന്ന ആക്രിക്കാരൻ മുതൽ ഡെലിവറി ബോയ് അടക്കമുള്ള ആളുകൾ നമ്മൾ ചിന്തിക്കണം. പോലീസ്, ഫയർഫോഴ്സ് ജീവനക്കാര് അവരൊക്കെ സമാഹരിച്ച കൊല്ലപ്പെടേണ്ടുന്ന ആയിരക്കണക്കിന് കാഫിറായ ആളുകളുടെ ലിസ്റ്റ് NIA കയ്യിലുണ്ട്. ധാരിട്ട ലിസ്റ്റാണ്. ആരാണ് കൊല്ലപ്പെടേണ്ടത്? ആ ലിസ്റ്റിൽ ഞാനുമുണ്ട്. എന്തുകൊണ്ടാണ് കൊല്ലപ്പെടേണ്ടത്? എല്ലാം കാര്യകാരണ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 1, ഇന്ന ആള്. എന്തുകൊണ്ട് കൊല്ലപ്പെടണം? ഇസ്ലാമിനെ നിരന്തരം വിമർശിക്കുന്നു. 1. 2, യൂട്യൂബിലൂടെയാണ് വിമർശിക്കുന്നത്. ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്. ഓരോ വീഡിയോയ്ക്കും ലൈവിനും ഇത്ര കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട്. ഇത്രയധികം ആളുകളിലേക്ക് ഇസ്ലാം മത വിമർശനം എത്തുന്നു. സൂക്ഷിക്കുക. മനസ്സിലായ? ആർക്കെങ്കിലും വേവലാതി ഉണ്ടോ? ആർക്കെങ്കിലും പരാതികളുണ്ടോ? ഏതെങ്കിലും ചാനലുകൾക്ക് ഈ വിഷയം ചർച്ചയാണോ? എന്നെ കൊല്ലാൻ വന്ന 2 പെണ്ണുങ്ങളെയാണ് NIA അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അവർ പ്രത്യേകിച്ച് പറഞ്ഞു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ജാമ്യതായിരുന്നു അങ്ങനെ ലക്ഷ്യം. അന്തിചർച്ചകൾ ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? അത് തന്നെ. ഷാരൂഖ് സൈഫിയുടെ വിഷയം നമുക്കറിയാം. എവിടെയോ കിടന്ന, ഡൽഹിയുടെ ഏതോ ഒരു തെരുവോരത്ത് കിടന്ന ഒരുത്തനെ പ്രാക്ടീസ് കൊടുത്ത് കെട്ടി എഴുന്നള്ളിച്ച് കേരളക്കരയിൽ കൊണ്ടുവന്നിട്ട് അവനെ നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം വരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇന്നടത്ത് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, ഇന്നടത്ത് ട്രെയിൻ നിർത്തും, ഇന്നടത്താണ് പെട്രോൾ പമ്പ് ഉള്ളത്, അവിടെ നിന്ന് വാങ്ങുക, അത് കഴിഞ്ഞിട്ട് അവിടെ കാടാണ്, അവിടെ പോയി ഇന്നടത്ത് ഇരിക്കുക, നിനക്ക് വേണ്ടുന്ന ചപ്പാത്തിയും ഗ്രിബീസ് കറിയും ഒക്കെ വളയിട്ട് കരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് എത്തിച്ചു തരും. എത്ര മൊബൈൽ ഫോണാണ് വേണ്ടത്? പെരുന്നാളാകുന്നതിന് മുമ്പ് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നിനക്ക് പെരുന്നാൾ പുടവ് നിന്റെ കയ്യിലെത്തും. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെയും മതേതരത്വം ഊട്ടിക്ക് ടൂറ് പോയിരിക്കുമായിരുന്നു. ഇവരാരും പ്രതികരിച്ചൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് കാരണമായി അതൊക്കെ. 1971 ടിപ്പു ചെയ്തതുപോലെ 1921 മലബാർ കക്കാമാര് ചെയ്തതുപോലെ ഒത്തിരി വെട്ടേറ്റ് ദിവസങ്ങളോളം അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി കിടന്ന് പെടച്ചു മരിക്കേണ്ടി വരില്ല ഇനിയുള്ള ഈ ലിസ്റ്റിലുള്ള കാഫിറുകൾക്ക്. അവരുടെ പരിശീലനത്തിന് ആളൊഴിഞ്ഞ പാടപ്പറമ്പുകളിൽ അവർ പരിശീലനം ചെയ്യുമ്പോൾ ആരും അവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ ഒരു വെടിയുണ്ട പോലും മിസ്സാകാതെ ആരുടെ നെഞ്ചത്തും തലയിലേക്കുമാണ് അത് തുളഞ്ഞു കയറേണ്ടത് എന്ന് അവര് ലിസ്റ്റിലിട്ടതുപോലെ തന്നെ അങ്ങ് ചെയ്യും. ഒറ്റയടിക്കങ്ങ് തീർന്നു കിട്ടും. ഇതൊന്നും മലയാളിക്ക് ചർച്ചയല്ല. നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവര് പറയാറ്. 2 മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. അല്ല, തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാകും നമ്മുടെ മതേതരത്വം നശിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാ പറയുന്നത്. BJP വക്താവ് നൂപുർ ശർമ്മ
ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലില് ഗ്യാൻവാപ്പി വിഷയത്തിൽ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനുമായിട്ട് ഒരു ചർച്ച നടത്തി. ആലോചിക്കണം. തസ്ലീം അഹമ്മദ് റഹ്മാനി നൂപുർ ശർമ്മയുടെ മതവിശ്വാസത്തെ സംബന്ധിച്ച് വളരെ മോശമായി വിമർശിച്ചു. ആ സമയത്ത് നൂപുർ ശർമ്മയും തിരിച്ചു പറഞ്ഞു, ഇസ്ലാം മതത്തെ പരാമർശിച്ച സമയത്ത് എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യയിലെ ഇടതു വലത് ബുദ്ധിജീവികളും നവോത്ഥാന നായകന്മാരും കഥയും കവിതയും എഴുതി പ്രതികരിക്കുന്നവരും തെരുവ് നാടകക്കാരും ഒക്കെ സാട്ടാക്കുട്ടഞ്ഞെഴുന്നേറ്റു അഭിപ്രായം പറയാൻ. ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും കുവൈത്തിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചു. ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ ഇന്ത്യ മാപ്പ് പറയണമെന്നും പറഞ്ഞ് രംഗത്ത് വന്നു. കാഫിറായതുകൊണ്ടാണ്, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്, BJP വക്താവായതുകൊണ്ടാണ്. മനസ്സിലായോ? അവര് ഇപ്പൊ 30 കോടിയാവട്ടെ, ഇനി 50 കോടിയാകട്ടെ, അവര് പ്ലാൻ ചെയ്തതുപോലെ 2047 വേണ്ടുന്ന എല്ലാ പ്ലാനിങ്ങുകളും അവർ നടത്തി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി നമ്മുടെ നാട്ടിലെ ചില നട്ടെല്ലില്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ ഇവരുടെ പിന്നാലെ കൂടുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നാളെ അവർക്ക് അധികാരം കിട്ടുമെന്ന് ഇവർക്കും അറിയാം. ആ സമയത്ത് അതല്ലെങ്കിൽ അത്തരം ഒരു പരിതസ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ഈ ഇസ്ലാം മത തീവ്രവാദികളുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ട് കാഫിറുകളുടെ ജീവിതം ഞെരിഞ്ഞമരാതിരിക്കാൻ ഒരു പക്ഷെ നമ്മളൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇപ്പോ നമ്മൾ പ്രതികരിച്ചേ മതിയാകും. അന്ന് നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ അവരുടെ ജീവിതം ഇന്നത്തെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അവര് 100% 98% ശരി, എത്രയോ പെൺകുട്ടികളും അതുപോലെ സ്ത്രീകളുമാണ് പാകിസ്ഥാനിൽ നാട് കടത്തപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്, മതം മാറ്റപ്പെടുന്നത്, തട്ടിക്കൊണ്ടു പോകലിനിരയായി ബലാത്കാരം ചെയ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റി വിവാഹം കഴിക്കേണ്ടി വരുന്നത്. മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തരുത് എന്ന് താലിബാൻ വരെ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. മുസ്ലിങ്ങളുടെ വികാരം അത് വല്ലാത്ത ഒരു വികാരമാണ്. അതെങ്ങാനും വ്രണപ്പെട്ടു പോയാൽ ഇന്ത്യയെ പിന്നെ എടുക്കാനുണ്ടാവില്ല. താലിബാനും കൂടി മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുത്തരുത് എന്ന് ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടിയതോടുകൂടി നരേന്ദ്രമോദി പേടിച്ചു, ഇറാന്റെ തുറമുഖം പിടിച്ചു വെച്ചു. പിന്നീട് ഇവർക്കാർക്ക് മാപ്പുമില്ല, ഒരു കോപ്പുമില്ല. പാകിസ്ഥാനിലേക്കും ഭക്ഷണ സാധനങ്ങൾ പോകുന്നില്ല, അഫ്ഗാനിലേക്കും പോകുന്നില്ല. അവർ രണ്ടുപേരും ഒതുങ്ങി. മറ്റിസ്ലാമിക രാജ്യങ്ങളുമായി ഒരുപാട് വാണിജ്യ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കാം. അതോടുകൂടി മാപ്പിന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. മുസ്ലിമിനെ കണ്ടാൽ അമുസ്ലിങ്ങൾ പേടിച്ച് താണു വണങ്ങണോ? ഇതുവരെ നമ്മുടെ സ്വതന്ത്ര ഭാരതം ആ രൂപത്തിലേക്ക് ഗതികെട്ട് പോയിട്ടില്ല. TV ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകര നൂപുർ ശർമ്മയോട് ശിവലിംഗ വിശ്വാസത്തെ അധിക്ഷേപിക്കും. എന്നാൽ താങ്കളുടെ മത കിതാബിൽ എഴുതി വെച്ചത് ഞാനും പറയും, നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് നൂപുർ ശർമ്മ 3 പോയിന്റുകൾ പറഞ്ഞത്. 3 പോയിന്റ്, കിതാബിലുള്ളതല്ലാത്ത ഒന്നും പറഞ്ഞിട്ടുമില്ല. ഉസ്താദുമാർ ഈണത്തിൽ വഷള് പറയുന്ന അതേ സംഗതി തന്നെയാണ്. അത് കേട്ട് തന്നെ ആയിരിക്കും നൂപുർ ശർമ്മയും പഠിച്ചിരിക്കുക. 6 വയസ്സുള്ള ആയിഷയെ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചില്ലേ? 53 വയസ്സുള്ള നബി. ഞാനത് പറയും, കേൾക്കേണ്ടി വരും. 9 വയസ്സുള്ള സമയത്ത് ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ 53 വയസ്സുള്ള പ്രവാചകൻ? ഞാനത് പറയും, നിങ്ങൾ കേൾക്കേണ്ടി വരും. ഭൂമി പരന്നതാണ് എന്നല്ലേ നിങ്ങളുടെ കിതാബിൽ ഇപ്പോഴും പറയുന്നത്? ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി, ബുറാക്കിന്റെ പുറത്ത് കയറി സൂര്യനും ചന്ദ്രനും ഒക്കെ കണ്ട് സ്വർഗവും നരകവും ഒക്കെ കണ്ടു വന്നതേ ഞാനും അങ്ങോട്ട് പറയും. ഈ 4 പോയിന്റാണ് നൂപുർ ശർമ്മ പറഞ്ഞത്. അപ്പോഴേക്ക് ആഗോള മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെട്ടു പോയി, അവരുടെ മതവികാരം പൊട്ടിപ്പുറപ്പെട്ടു. കിതാബിലുള്ള കാര്യം
ഒരു കാഫിറായ ഒരു പെണ്ണ് ഒരു BJP-ക്കാരി പറഞ്ഞത് കൊണ്ടാണ് ഇവരുടെ മതവികാരം വ്രണപ്പെട്ടത്. കിതാബിലുള്ള കാര്യം പുറത്തു പറയാൻ പാടില്ലാത്തതാണെങ്കിൽ അങ്ങ് പറയണം. അത്ര മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ നോക്ക്. എന്നെ വന്ന് തെറി വിളിക്കുന്ന ആളുകളുടെ കമന്റ്സ് നിങ്ങളൊന്ന് നോക്കിക്കേ. എന്താണ് ഇതിനകത്തുള്ളത്? ഈ കിതാബിലുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ഇവരത് പറയണം. പുറം ലോകം അറിയാൻ പാടില്ലാത്ത, അതല്ലെങ്കിൽ കാഫിറുകളും അമുസ്ലിങ്ങളും അറിയാൻ പാടില്ലാത്ത അത്രമാത്രം വൃത്തികേടുകൾ ഞങ്ങളുടെ കിതാബിലുണ്ട്, അതുകൊണ്ടത് പറയണ്ടെന്ന് പറയണം. അത് പറയുന്നതല്ലേ ഇവരുടെ ഈ വിഷമത്തിന് കാരണം? ഇവരെ തെറി പറയുന്നതിനൊക്കെയുള്ള കാരണം എന്താണ്? സത്യം പറഞ്ഞു തന്നെയാണ് സദ്ദാം ഹുസൈനെ ഞാൻ ജീവിക്കുന്നത്. ഖുർആനിലും ഹദീസിലും ഉള്ള വസ്തുതകൾ ഇൻഡെക്സ് അടക്കമല്ലേ പറയുന്നത്. ആരും കള്ളം പറയുന്നില്ല. നിങ്ങൾക്കാണ് നുണ പറയേണ്ടുന്ന ആവശ്യം. നിങ്ങളുടെ തെറിവിളികളിൽ നിന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാകും ജാമിദ പറയുന്നതിൽ സത്യമുണ്ട്. സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർക്ക് മറുപടികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ തെറി വിളിക്കുന്നത് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാവും. നോക്ക്, ഓരോരുത്തർ വിളിക്കുന്ന ചെയ്യണ്ട. നോക്ക്, മറുപടിയില്ല, മറുപടികളില്ല. ഖുർആനും ഹദീസും വെച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഖുർആനിലും ഹദീസിലും ഉള്ള വസ്തുതകളാണ് പറയുന്നത്. അപ്പോ ഈ കിതാബിലുള്ള കാര്യം പുറത്തു പറയാത്ത വിധം വൃത്തികെട്ടതാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അത് നമ്മൾ പറയുമ്പോൾ ഇവരുടെ മതവികാരം വ്രണപ്പെട്ടു പോകുന്നതും. മൊല്ലാക്ക വഷളു രൂപത്തിൽ പാടി പറയുമ്പോൾ ഇവരെ കമ്പിയാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, മാറിടം തുടുത്ത സ്ത്രീകളെ സംബന്ധിച്ചും മാറിലാണോ നിന്റെ സന്തോഷം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ്മാര് പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ബെഡ്റൂമിൽ ഒരു പെണ്ണിനെ എങ്ങനെ കിടത്തണമെന്നൊക്കെ. അതൊക്കെ പറയുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ്. ആ സമയത്ത് ഇവരുടെ ആരാധന അങ്ങ് മൂർധന്യാവസ്ഥയിലെത്തും. പക്ഷേ കാഫിറുകൾ പറഞ്ഞാൽ, അമുസ്ലിങ്ങൾ പറഞ്ഞാൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ പറഞ്ഞാൽ ഇവർക്ക് കുരുക്കൾ പൊട്ടും ആ സമയം. കാരണം അവരത് പറയാൻ പാടില്ല. മനസ്സിലായ? നമ്മൾ ഖുർആൻ വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കി അതിലുള്ള വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ. നൂറുകണക്കിന് ആളുകൾ ഇന്ന് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഖുർആനും ഹദീസും പഠിച്ചു മനസ്സിലാക്കി അവരതിനെ പൊളിച്ചെഴുതുവാണ്. എന്തേ പണ്ടത്തെ പോലെ നിങ്ങളുടെ പായാരമൊന്നും ഇന്ന് നടക്കില്ല. ചിലപ്പോൾ കുറച്ച് തെറിയൊക്കെ വിളിച്ചിട്ട് അവിടെ ഇരിക്കാം, അത്രേ പറ്റൂ. തല വെട്ടാനാണെങ്കിൽ എത്ര തലകൾ നിങ്ങൾ വെട്ടേണ്ടി വരും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ? ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും താറടിക്കാം, നിന്ദിക്കാം. അവർക്കും ഒരു ചുക്കുമില്ല. അവരുടെ വികാരമൊന്നും അത്ര പെട്ടെന്ന് വ്രണപ്പെടില്ല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു പ്രാവീണ്യം മദ്രസ തലങ്ങൾ മുതൽ തന്നെ കിട്ടുന്നുണ്ട്. ജന്മന അവരുടെ അവകാശമാണ് മറ്റുള്ള മതങ്ങളെ വിമർശിക്കല്. ശിവലിംഗ വിശ്വാസത്തെ തസ്ലീം അഹമ്മദ് റഹ്മാനിക്ക് വിമർശിക്കാൻ മദ്രസ തലം മുതൽ പ്രാക്ടീസ് കിട്ടിയതാ. എത്ര കണ്ട് പുച്ഛിച്ചാലും പ്രശ്നമില്ല. നമ്മുടെ സ്പീക്കർക്ക് ഗണപതി മിത്താണ് എന്ന് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ജന്മന ഉണ്ട്. പക്ഷെ വേറെ ആർക്കും ഇല്ല. നമ്മുടെ ഇസ്ലാം മത കിതാബുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ നമ്മൾ പറയരുത്. അവരെ കൗണ്ടർ ചെയ്യാൻ പോലും പറയരുത്. തസ്ലീം അഹമ്മദ് റഹ്മാനി നൂബുർ ശർമ്മയുടെ വിശ്വാസങ്ങളെ ഹനിച്ചപ്പോൾ, അപഹസിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, എടുത്തിട്ട് വിമർശിച്ചപ്പോൾ തിരിച്ചു പറയാൻ പാടില്ലായിരുന്നു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിമർശിക്കാൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ചില പ്രിവിലേജസ് ഉണ്ട് നമ്മുടെ നാട്ടില്. അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അവർക്ക് വകവെച്ചു കൊടുത്തേക്കണം. തീവ്രവാദികൾ എന്ന ലേബലില് മുസ്ലിങ്ങള് ക്രിസ്ത്യാനികളെ ചില രാജ്യങ്ങളിൽ കൊല്ലുന്നത് നമ്മൾ കാണുന്നില്ലേ? നൈജീരിയയിൽ പള്ളികളിൽ ബോംബ് പൊട്ടിച്ചു കൊല്ലുന്നത് കാണുന്നില്ലേ? ഹമാസ് ഭീകരർ ഇസ്രായേലിനെ കൊണ്ടുപോയി കൊല്ലുന്നത് കാണുന്നില്ലേ? യസീദികളെ ഐസിസ് കൊണ്ടുപോയി കൊല്ലുന്നത് നമ്മൾ കാണുന്നില്ലേ? 100 നിരപരാധികളെ കൊന്നൊടുക്കിയാലും അത് ഇസ്ലാമിന്റെ കാരുണ്യമാണ് അങ്ങ് പറഞ്ഞേക്കണം. മുസ്ലിങ്ങൾ പറയാ, ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? അത് അവര് പറയും, നമ്മൾ പറയാൻ പാടില്ല. ഒറിജിനൽ ഇസ്ലാം ആരാ? താലിബാനികളാ, ഐസിസ് ആണ്, ഹമാസ് ആണ്, ഹൂതികളാണ്.
ഈ കിതാബിൽ എഴുതിയിട്ടുള്ള ആയിഷയുടെ നിക്കാഹിന്റെ പ്രായം പറയുമ്പോൾ ഇവരുടെ മുസ്ലിം വികാരം എന്തിനാണ് വ്രണപ്പെടുന്നത്? ഇവർ തന്നെ ആ കിതാബ് അങ്ങ് വായിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. കിതാബിൽ എഴുതി വെച്ചത് കുഴപ്പമില്ല, ആ കിതാബ് വിശ്വാസ പ്രമാണമായിട്ട് അംഗീകരിച്ചപ്പോൾ കുഴപ്പമില്ല, അതിനെ അനുധാവനം ചെയ്യുന്ന വിശ്വാസികളുണ്ട്, കുഴപ്പമില്ല. നമ്മളത് പറയുമ്പോൾ നിങ്ങളുടെ മതവികാരം എന്തിനാണ് വ്രണപ്പെടുന്നത്? നൂപുർ ശർമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് അൽ ഖ്വയ്ദയുടെ നേതാവ് കൃത്യമായി പ്രസ് മീറ്റ് നടത്തി. എന്തിന്? കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നൂപുർ ശർമ്മയുടെ രാജി ആവശ്യപ്പെട്ടില്ലേ? മുസ്ലിങ്ങൾക്ക് മാത്രമല്ലെന്നേ, പല മതേതരർക്കും ഇസ്ലാമിന്റെ മതവികാരം വ്രണപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ അവരുടെയൊക്കെ വികാരങ്ങളും പൊട്ടിയൊലിച്ചു. ശിവലിംഗത്തിലും ഗണപതിയുടെ മിത്ത് വിവാദത്തിലും തല്ലിക്കൊന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞ സമയത്തും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തുകൊണ്ടുവച്ചോളാൻ പറഞ്ഞ സമയത്തും ഒന്നും ഇവിടെ ആരുടെയും വികാരം പൊട്ടിപ്പുറപ്പെട്ടില്ല, വ്രണപ്പെട്ടില്ല. പക്ഷേ മുസ്ലിം കിതാബിലെ വരികൾ പറഞ്ഞ സമയത്ത് ചില മതേതരർക്ക് വികാരം പൊട്ടി. നൂപുർ ശർമ്മയെ അറസ്റ്റ് ചെയ്യണം, ജയിലിൽ അടയ്ക്കണം, അവരെ കൊല്ലണം. ഇനി മേലിൽ മുസ്ലിം വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ആരും ധൈര്യം കാണിക്കരുത്. മുസ്ലിം കിതാബിൽ വായിച്ചതും മനസ്സിലാക്കിയതും ഒക്കെയല്ലേ പറഞ്ഞുള്ളൂ. എന്തായിരുന്നാലും BJP എന്ന പാർട്ടി, കേന്ദ്ര സർക്കാരിലുള്ള ആളുകളും ഭാഗ്യവാന്മാരാ. മുസ്ലിം വികാരം വ്രണപ്പെടുന്നത് മാത്രം അവർക്ക് നോക്കിയാൽ മതിയല്ലോ. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അത് മാത്രം നോക്കിയാൽ മതി. വ്രണപ്പെടുന്ന വികാരം മുസ്ലിങ്ങൾക്കാണുള്ളത്, മറ്റവർക്ക് പിന്നെ വികാരമില്ലല്ലോ. ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെട്ടാൽ ഇപ്പോൾ ഒരു മുഹമ്മദ് യൂസഫ് ബൈബിള് കത്തിച്ചു, പ്രശ്നമില്ല. ആരുടെയും മതവികാരം വ്രണപ്പെട്ടിട്ടില്ല. അപ്പൊ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതവികാരം പൊട്ടിയൊലിച്ചാൽ അത് തടുക്കാൻ ഇവിടേക്കുള്ളവർക്ക് പറ്റും. മുസ്ലിങ്ങളുടെ മതവികാരം, കാരണം താലിബാന്റെ ആവശ്യവും കേന്ദ്ര സർക്കാർ സാധിച്ചു കൊടുത്തില്ലേ, നൂപുർ ശർമ്മയെ ഇനി അടുപ്പിക്കണ്ട എന്ന് പറഞ്ഞു. ശരി, വേണ്ട. മതനിന്ദയ്ക്ക് ശിക്ഷയായി തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു. അതിവിടെ നടപ്പില്ല. മതം അത്രയ്ക്കും പരിപാവനമാണ്. നമ്മുടെ മതം സമാധാനത്തിന്റെ മതമാണ്. ഈ മതമില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ അപകടം ലോകത്തിന് സംഭവിക്കുമായിരുന്നു. മനുഷ്യൻ എന്നോ ചിന്തിക്കുമായിരുന്നു, രക്ഷപ്പെടുമായിരുന്നു. മതത്തിന്റെ പേരിൽ ഇത്രയധികം മനുഷ്യർ കൊല്ലപ്പെടുമായിരുന്നില്ല. ഇത്രയും വൈരവുമായി വിദ്വേഷവും പേറി നടക്കുമായിരുന്നില്ല. ഒരു ചെറുപ്പക്കാരനെ കുറെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുക, അയാളുടെ തല ചെളിവെള്ളത്തിൽ മുക്കുക, മാരകമായി അയാളെ ഉപദ്രവിക്കുക, കൊലക്കത്തി കഴുത്തിൽ വെച്ചിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്യുക, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. കൊച്ചി കേരളക്കരയിൽ നടന്ന സംഭവമാണിത്. താലിബാനെയും ഐസിസിനെ പോലും നാണിപ്പിക്കുന്ന ഐസിസ് രീതി സിറിയയിലോ ഇറാഖിലോ കാശ്മീരിലോ ഒന്നുമല്ല. ഇവിടെ ഇരുന്നിട്ട് കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ കാഫിറുകളുടെ നാട്ടിലിരുന്നിട്ട് ജിഷ്ണു എന്ന ഒരു ദളിതന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമമുണ്ട്, പോലീസ് ഉണ്ട്, കോടതിയുണ്ട്. അതിലും മുകളിലാണ് ഞങ്ങൾ. ഇതാണ് ഇവരുടെ രീതി. ഞങ്ങൾ ഇവിടെ മതനിയമം, ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താലിബാൻ ഭരണവും നടപ്പിലാക്കുമെന്നാണോ ഇവർ പറയുന്നത്? പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ കേന്ദ്ര സർക്കാർ കാണിച്ച ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, പ്രശംസനീയമാണ്. കാരണം ഇവരുടെ മതവികാരം വ്രണപ്പെട്ടു വേഗം. ഇവരുടെ സംഘടിത ശക്തിയുടെ കടക്കലാണ് കത്തിവെച്ചത്. ആലോചിച്ച് നോക്കണം. മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ സ്വർഗത്തിലല്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ മതവികാരം വ്രണപ്പെടും. കാരണം അവർ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരാരും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയി. അവരാരും ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല. മുഹമ്മദ് നബിയുടെ മാതാപിതാക്കള് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരാരും മുസ്ലിം അല്ല. ഇത് പറയുമ്പോ ഇവർക്ക് എന്തിനാണ് ഈ കുരുക്കൾ പൊട്ടിയൊലിക്കുന്നത്? ഖുർആനിലും ഹദീസിലും ഉള്ള വസ്തുതകളല്ലേ ഈ പറയുന്നത്. നോക്ക്, ശ്രീറാം വെങ്കിട്ടറാമിന്റെ കാര്യം നോക്ക്. ശ്രീറാമിനെതിരെ കേരളത്തിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. കാരണം എന്താ? എതിരാളി മുസ്ലിമാണ്.
ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത്. പൊതുശത്രുവിനെതിരെ ഇവരെല്ലാവരും ഒരുമിച്ച് അണിനിരക്കും. തങ്ങളുടെ ഒരു വിശ്വാസി, ഒരു കാഫിർ കാരണം മരണപ്പെട്ടു. ആ കാഫിറിനെ പിന്നീട് ജീവിക്കാൻ അനുവദിക്കരുത്. മരണപ്പെട്ട ആളോടുള്ള സ്നേഹം കൊണ്ടല്ല, അതിന് കാരണക്കാരനായ കാഫിറിനോടുള്ള വിരോധമാണ് കാരണം. ഇനി ഒരു കാഫിറും ഒരു വിശ്വാസിയുടെ ജീവന് എടുക്കാൻ പാടില്ല. വിശ്വാസിക്ക് എടുക്കാം കേട്ടോ, ആ വിശ്വാസികളുടെ ജീവൻ. കാഫിറുകൾ കൊല്ലപ്പെടേണ്ടുന്ന ആള് തന്നെയല്ലേ. ഇതൊരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല, ഇതൊരു സംഭവത്തിന്റെ അവസ്ഥ മാത്രമല്ല. ശ്രീറാമിന്റെ കാര്യത്തിൽ പോലീസ് കേസെടുത്തു. ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് കേസ് അന്വേഷിച്ചത്. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നെന്താ സംഭവിച്ചത്? തന്നെ ഹണി ട്രാപ്പിൽ കൊടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വീഡിയോ കൈക്കലാക്കാൻ ആളാരാണെന്നറിയാതെ ജേർണലിസ്റ്റിനെ പിന്തുടരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ, നമുക്കറിയില്ല. ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ സംക്ഷിപ്ത രൂപമാണ്. അതിവേഗതയിലുള്ള ഈ ചേസിങ്ങിന്റെ അവസാനം മോട്ടോർ ബൈക്ക് കുറുകെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ഒരു അപകടമാണോ എന്ന് അനുമാനിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ പലരും. മൊബൈൽ ഫോൺ സംഭവ സ്ഥലത്ത് നിന്ന് മിസ്സിംഗ് ആണ്. സത്യമറിയില്ല, മനഃപൂർവ്വം നരഹത്യ പോലീസ് പറയുന്നില്ല. പോലീസ് ആദ്യം തന്നെ ഇത് തള്ളിക്കളഞ്ഞു. ഇവിടെ ശ്രീറാമിനെ വെള്ളപൂശാൻ ആരും ശ്രമിക്കുന്നില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കതിന്റെ ശിക്ഷ കിട്ടും. പക്ഷെ അതിന് മേലെയാണ് നമ്മൾ ശിക്ഷ വിധിക്കുന്നത് എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെ മറ്റൊരു ആക്സിഡന്റിൽ പ്രദീപ് എന്നൊരു ജേർണലിസ്റ്റ് മരിച്ചിട്ടുണ്ട്. അയാളുടെ ഭാര്യയ്ക്ക് ജോലിയോ 10 ലക്ഷം രൂപയോ ഒന്നും കിട്ടിയില്ല. അതൊരു ഹിറ്റ് ആൻഡ് റൺ ആക്സിഡന്റ് ആയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത്. പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടുമില്ല. പ്രദീപിന് വേണ്ടി ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ പ്രതിഷേധിക്കാൻ പോയോ? ഒരു പത്രക്കുറിപ്പ് ഇറക്കിയോ? ഒരു അനുശോചനം രേഖപ്പെടുത്തിയോ? അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും മുറവിളി കൂട്ടിയോ? കഴിഞ്ഞ വർഷം തീവ്ര വർഗീയവാദികളായി നമ്മൾ മുദ്രകുത്തിയ ഒരുപാട് ആളുകൾ ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേട്ടു. പല പാർട്ടികളിലും പെട്ട ആളുകൾ. ഉത്തരവാദികളായ ആളുകളെ ഒന്നും പിടികൂടിയിട്ടില്ല. സംഘികൾ കൊല്ലപ്പെടേണ്ടവരാണ്. അങ്ങനെ ഒരു തോന്നൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ. ജൂതന്മാരുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. ജൂതന്മാർ വിശ്വാസികളാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് ഒരു 18കാരൻ വാപ്പായെ വിളിച്ചിട്ട് പറയുന്നത്, വാപ്പാ, ജൂത പട്ടികളെ ഒരുപാടെണ്ണത്തിനെ ഞാൻ കൊന്നു വാപ്പാ, അവരുടെ ചോരയാണ് വാപ്പ എന്റെ കരങ്ങളിൽ. ഒരു ഹമാസ് നേതാവ് വാപ്പായെ വിളിച്ചിട്ട് പറയാണ്. ആ സന്തോഷ വാർത്ത ഞാനൊന്ന് വാപ്പായോട് പറയാൻ വേണ്ടിയിട്ടാണ് വാപ്പായുടെ ഉറക്കം കളഞ്ഞത് കേട്ടോ. ഇവിടെ സൂക്ഷിക്കേണ്ടത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. മാറുന്ന സാഹചര്യത്തിൽ മറുഭാഗത്ത് ഇങ്ങനെ ആളുകളാണെങ്കിൽ ജോലിയിൽ എങ്ങനെ തുടരാൻ പറ്റും? സുൽത്താൻ ബത്തേരിയിലെ സ്കൂളിൽ വെച്ചൊരു കുട്ടിക്ക് പാമ്പ് കടിയേക്കുന്നു. ക്ലാസ് ടീച്ചർ പോലും അല്ലാതിരുന്ന ഒരു അധ്യാപകനെ മുൻ വൈരാഗ്യം വെച്ച് കൂട്ടം കൂടി ആക്രമിച്ചു. SDPയുടെ നേതൃത്വത്തിൽ നടന്ന രാത്രികാല യാത്രാ നിരോധനത്തിനെതിരെയുള്ള സമരത്തിൽ പ്രൈമറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കേണ്ട എന്ന് വാദിച്ചത് ആ അധ്യാപകനായിരുന്നത്രേ. മറ്റൊരു സംഭവത്തിൽ പാനൂരിലെ ക്ലാസ്സിലെ പൗരത്വ നിയമ ഭേദഗതിക്ക് വേണ്ടി സംസാരിച്ച ഒരു പപ്പൻ മാസ്റ്ററെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി. എന്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഒരു IG കൂടി അന്വേഷണം നടത്തിയിട്ട് പോലും ആ മാസ്റ്റർ നിരപരാധിയാണെന്ന് മനസ്സിലായിട്ടും പക തീരുന്നില്ല. അദ്ദേഹത്തെ പകയോടുകൂടി ഓടിയെടുത്തു. കേരളത്തിന് പുറത്ത് നടന്ന ഒരു സംഭവം കൂടി പറയാം. 4 വർഷം മുമ്പാണ്, 4 ഒരു 5-6 വർഷമാവും. ജമ്മുവില് റോഹിംഗ്യൻ അഭയാർത്ഥികളെ കൂട്ടത്തോടെ ജമ്മുവിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ കത്വയിലെ പുനരധിവസിപ്പിക്കുന്നു. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 99% മുസ്ലിം സമൂഹമുണ്ട്. കത്വ പ്രദേശം തെരഞ്ഞെടുത്തതിൽ അസ്വാഭാവികത തോന്നിയ പ്രദേശത്തെ BJP നേതാവിന്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കള് ഈ കുടിയേറ്റ നീക്കത്തെ എതിർത്തു. പിന്നാണ് വിചിത്രമായ ഒരു സംഭവം നടക്കുന്നത്. നാടോടി വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞ് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാവുന്നു, കൊല്ലപ്പെടുന്നു. ശവശരീരം കിടന്നിരുന്നത് ഈ BJP നേതാവിന്റെ ഏകദേശം 30 ഏക്കറോളം വരുന്ന വസ്തുവില്. ആ പ്രദേശത്തെ ഭജന മഠത്തിലെ സേവകൻ കൂടിയായ BJP-കാരനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ടൈംസ് ദിനപത്രം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ചർച്ചയാകുന്നു. നമ്മുടെ മാതൃഭൂമി പത്രം എഴുതിയത് ഭാരതം ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന്. കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാടുണ്ട്. പാലക്കാട് ഒരു ദളിത് സ്ത്രീയുടെ 2 കുഞ്ഞുങ്ങള് അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ പ്രതികൾ എതിർഭാഗത്തു നിന്നുള്ളവരായതുകൊണ്ട് ഒരു ഭൂമിക്കും ഒന്നും തോന്നിയില്ല.
വളരെ അത്ഭുതകരമായ സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത്. മനസ്സിലായ? ശ്രീനഗറിൽ നിന്ന് വന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥര് കത്വ സ്റ്റേഷനിലെ 5 ഹിന്ദു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു, കേസിൽ പ്രതിയാക്കുന്നു. കാരണം അവരെന്തൊക്കെയോ തീരുമാനിച്ചു വെച്ചിരുന്നു എന്നാണ് പ്രീക്യൂഷൻസ് ആയിട്ട് പറഞ്ഞത്. കുഞ്ഞുകുട്ടിയെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി. ഇത് ആലോചിക്കണം. റോഹിംഗ്യൻ കുടിയേറ്റ സമരത്തിന്റെ നേതാവ് കൂടിയായ വ്യക്തിയെ അദ്ദേഹത്തിന്റെ UP-യിൽ പഠിക്കുന്ന മകനും മരുമകനും ഒപ്പം അറസ്റ്റ് ചെയ്തു. ഭാരതത്തിലെ ജനങ്ങള് ജാതിമത ഭേദമന്യേ പ്രതികളുടെ രക്തത്തിന് മുറവിളി കൂട്ടി. കാരണം അത്രയും ശക്തമായിരുന്നു. ഇസ്ലാം കെട്ടിപ്പടുത്ത മീഡിയ, ബുദ്ധിജീവി, ലിബറൽ, ഇടതുപക്ഷ ഇക്കോസിസ്റ്റം, മാധ്യമങ്ങള് എല്ലാം അവരുടെ കയ്യിൽ ഭദ്രമാണ്. സംഭവം നടക്കുന്ന സമയത്ത് യുപിയില് ATM ഉപയോഗിച്ചിരുന്ന നേതാവിന്റെ മകൻ ഈ ഹീനകൃത്യം ചെയ്യാൻ ജമ്മുവിലെത്തി തിരിച്ചുപോയെന്നാണ് ഇവര് പറഞ്ഞത്. ചുമരില്ലാത്ത കേവലം വരാന്ത മാത്രമുള്ള ഭജന മഠത്തിൽ ഒരാഴ്ചക്കാലം എങ്ങനെയാണ് കുട്ടിയെ തടവിൽ വെച്ചതെന്ന് ഹിന്ദുക്കൾ ചോദിച്ചില്ല. തന്റെ കൈവശമുള്ള 30 ഏക്കറിൽ 20 ഏക്കറും സോഷ്യൽ വിഭാഗത്തിലുള്ള സമയത്ത് ഈ കുഞ്ഞിന്റെ ശവശരീരം അദ്ദേഹം എന്തിനാണ് വീടിന് പുറത്ത് 50 മീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടത് എന്ന് ആരും ചോദിച്ചില്ല. 10,000 വർഷത്തെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഒരിക്കലെങ്കിലും ഒരു പിതാവ് തൻ്റെ മകനും മരുമകനും ഒപ്പം ഒരു കുഞ്ഞിനെ ബലാത്കാരം ചെയ്തോ എന്ന് ആരും ചോദിച്ചില്ല. മുഹമ്മദ് ഗസ്നിയുടെ വരവിന് ശേഷമാണ് ബലാത്കാരം അഥവാ ഹോമോസെക്ഷുവാലിറ്റിയും ഒക്കെ ഈ വാക്കുകൾ ഇന്ത്യയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പഞ്ചാബിൽ നടത്തിയ വിചാരണയ്ക്കൊടുവിൽ പിതാവിന് 25 വർഷം, പോലീസ് ഓഫീസർമാർക്ക് 5 വർഷം കഠിന തടം. കോളേജ് വിദ്യാർത്ഥിയെ വെറുതെ വിട്ടു. മരുമകനെ ജുവൈനൽ കോർട്ടിലേക്ക് മാറ്റി. നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരാളോട് പക തോന്നിയാൽ, ഒരാളെ ഇല്ലാതാക്കണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും അവരെ ട്രാപ്പിൽ കൊടുക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും നിങ്ങളുമായിട്ടൊരു ലൈവിലിരുന്ന് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ആയുസ് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അത്രയ്ക്കും ഭീഷണികളാണ്. നേരം വെളുപ്പിക്കുമെന്ന് ഒരുറപ്പുമില്ലാത്ത ജീവിതവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പറയാനുള്ള അത്യാഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറ പറയും. പക്ഷേ നമുക്കൊരു സൂചനയെങ്കിലും കൊടുത്തിടാമല്ലോ നമ്മുടെ ജീവിതം കൊണ്ട്. അത്രയെങ്കിലും ഒരു അടയാളപ്പെടുത്തലുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വസ്തുത നിങ്ങളുമായിട്ട് തുറന്നു പറയുന്നത്. കേരള സ്റ്റോറിയിൽ മകൾ മുസ്ലിമായി മതം മാറിയെന്നറിഞ്ഞ സമയത്ത്, സ്ട്രോക്ക് വന്ന് ICUവിൽ അഡ്മിറ്റായ സമയത്ത് സ്വന്തം മകളായ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അച്ഛനെ കാണാൻ വന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് കണ്ടിരുന്നോ? ഇസ്ലാം മതം പഠിപ്പിച്ചതുപോലെ കാഫിറായ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അച്ഛൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട്. സഹിക്കാൻ കഴിയില്ല. ഇവളെ വളർത്തിയ മാതാപിതാക്കൾ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് ആലോചിച്ചു നോക്ക്. ഇവള് പോയ മതത്തിൽ ഇവൾ ഈ രൂപത്തിലാണ് പഠിച്ചത്. മനസ്സിലായോ? ഈ രൂപത്തിലാണ് ഇവര് കാഫിറുകളോടുള്ള സമീപനത്തെ സംബന്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതെടുത്തിട്ടാണ് ഇവരലക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺചിലന്തികൾ വല വിരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം പയ്യനെ കൂട്ടുകാരിക്ക് പരിചയപ്പെടുത്തും. അവൻ ചിലപ്പോൾ പലതും ചെയ്യും. ഈ പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിൽ അകപ്പെടുത്തുകയോ, മയക്കുമരുന്ന് റാക്കറ്റ്, ലവ് ജിഹാദ്, പല രൂപത്തിലും. ഇതൊന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് പാലാ ബിഷപ്പിനെതിരെ വലിയ കോലാഹലം ഉണ്ടായത്. ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു, ബ്ലാക്ക് മെയിൽ. ഇത് തന്നെയല്ലേ കേരള സ്റ്റോറിയിൽ പറഞ്ഞത്? ഇത് തന്നെയല്ലേ? ആ പെൺകുട്ടിയുടെ മതത്തെക്കുറിച്ച് അത് മോശമാണ്, തെറ്റാണ് എന്നൊരു അപകർഷതാ ബോധം ഈ പെൺകുട്ടിയുടെ മനസ്സിലറിഞ്ഞോ അറിയാതെയോ ഇവർ മനഃപൂർവ്വം സൃഷ്ടിക്കും. എന്നിട്ട് ഇവരുടെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കും, സ്വർഗം പഠിപ്പിക്കും, നരകം പഠിപ്പിക്കും, പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കും. അതിനേക്കാളേറെ ആരാന്റെ ന്യൂനതകളാണ് പഠിപ്പിക്കുക. അമുസ്ലിങ്ങൾക്ക് ഇങ്ങനെ, അമുസ്ലിങ്ങൾ ഈ വിശ്വാസമാണ്, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, നിങ്ങൾ ആ രൂപത്തിൽ ആരാധിക്കുന്നു, ഇതൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കും, പ്രലോഭിപ്പിക്കും. മറ്റുള്ളവരൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. കാഫിറായ മാതാപിതാക്കളെ മതം മാറ്റാൻ പരിശ്രമിക്കും. ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ
എൻ്റെ മാതാപിതാക്കൾ നരകത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അഖില ഹാദിയമാർ മാതാപിതാക്കളെ ഇവരെ മതം മാറ്റിക്കാൻ ശ്രമിച്ചത്. അവര് കാഫിറായി തുടർന്നാ പറ്റുമോ? ഇനി അങ്ങനെ തുടരുവാണെങ്കിൽ അവരുടെ മുഖത്ത് തുപ്പാൻ പഠിപ്പിക്കുന്നു. കാഫിറുകളെ വഴിയിൽ കണ്ടാല് ഇടത് ഭാഗത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ പഠിപ്പിക്കും മതം. ഭൂരിപക്ഷ പ്രദേശത്തിൽ നിന്ന് ഹിജ്റ പോകണം. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഐസിസിലേക്ക് എത്തിയത്. അവര് ലൈംഗിക അടിമകളായി അത്തരം രാജ്യങ്ങളിൽ ഇന്നും ജീവിക്കുന്നത് അതുകൊണ്ടാണ്. അഫ്ഗാനിസ്ഥാൻ, യമൻ, സിറിയ, ഇറാഖ്, അൾജീരിയ ഇത്തരം ദരിദ്ര രാജ്യങ്ങളിലേക്ക് 5-6 കൊല്ലം കൊണ്ട് 4-5 പേരുടെയെങ്കിലും അമ്മയായി എത്ര മുസ്ലിങ്ങളെ വേണമെങ്കിലും കൊന്ന് സാറ്റിസ്ഫാക്ഷനോടുകൂടി അവിടെ ജീവിക്കാൻ പറ്റും ഇവർക്ക്. ഇതൊക്കെ വസ്തുതകളാണ്. ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ പെൺകുട്ടികളുണ്ട്. അവർ പറയുന്നത് തന്നെ അവരുടെ കൂട്ടുകാരികൾ ഹിന്ദു ദൈവങ്ങളെ കളിയാക്കി ചോദിക്കുന്നു ഇവരോട്. ഇവർക്ക് ഉത്തരവില്ല. കാരണം ഇവർ മതത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരുടെ കുടുംബങ്ങളിൽ കുറച്ച് ലിബറലായിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മതത്തെക്കുറിച്ച് പഠിച്ചാലും വായിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല. ദേവി എങ്ങനെയാണ് താമരയിൽ ഇരിക്കുന്നത്? ഒരു ദൈവത്തിന് എന്താണ് ഇത്രയും കൈകൾ, ഇത്രയും തലകൾ, ഇത്രയും 33 കോടി ദൈവങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക്? നമ്മൾ വിളിക്കുമ്പോൾ ഈ ദൈവങ്ങളൊക്കെ എന്ത് ചെയ്യും? ഏത് ദൈവമാണപ്പോൾ ഈ ലോകം സൃഷ്ടിച്ചത്? ദൈവത്തിന് എങ്ങനെയാണ് ആനയുടെ തല വരുന്നത്? ദൈവം പാമ്പിന്റെ മേലെ കിടക്കുക? ശിവന് പാർവതിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്തത് നാണക്കേടല്ലേ? ശ്രീകൃഷ്ണൻ സ്ത്രീലമ്പടനാണോ? ഇത്തരം സയന്റിഫിക് ടെമ്പറായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുക. ഇവര് ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഇവിടെ വർക്കൗട്ട് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്. നക്ഷത്രങ്ങളെ പെറുക്കി എന്തിനാണ് അള്ളാഹു പിശാചിനെ എറിയുന്നത്? അള്ളാഹു വിചാരിച്ചാൽ തന്നെ പിശാച് ഓടില്ലേ? നമ്മളൊരു പട്ടിയെ എറിയാൻ പട്ടിയെക്കാട്ടിൽ വലിയ സാധനം എടുക്കുക? നമ്മളൊരു കല്ലല്ലേ എടുക്കുള്ളൂ. നബി ഏത് വാളുകൊണ്ടാണ് ചന്ദ്രനെ 2ആയിട്ട് പിളർത്തിയത് എന്ന് ചോദിക്കണം. പിന്നെ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിച്ചത് എന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ് ചന്ദ്രനെ പിളർത്തിയതുപോലെ നബി സൂര്യനെയും പിളർത്താത്തതെന്ന് ചോദിക്കണം. ഒറ്റ രാത്രി കൊണ്ട് 11 ഭാര്യമാരുമായും 1 മണിക്കൂർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നബിക്ക് എവിടെ നിന്നാണ് ഈ 30 പുരുഷന്റെ ലൈംഗിക ശക്തി കിട്ടിയതെന്ന് ചോദിക്കണം. 7 ആകാശവും താണ്ടി സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി സ്വർഗവും നരകവും പരലോകവും ഒക്കെ കണ്ട് മടങ്ങി വരാൻ നബിക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്ന് ചോദിക്കണം. പിന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിച്ച ഒരു പെണ്ണുണ്ടല്ലോ, സുന്ദരിയായ ഒരു പെണ്ണ്. എന്തുകൊണ്ടാണ് പെണ്ണിന്റെ തല നൽകിയത്? കഴുതയും കുതിരയും അല്ലാത്ത ഒരു വാഹനമാണല്ലോ കൊടുത്തത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തത് എന്ന് ചോദിക്കണം. ആരെങ്കിലും പ്രവാചകൻ സ്വർഗത്തിൽ ഒരു രാത്രി കൊണ്ട് പോയി വരാൻ ഉപയോഗിച്ച ബുറാക്ക് എന്ന ജീവിയെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ആ ജീവി ഇപ്പൊ എവിടെയാണ്? അതോ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് നബിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണോ? പിന്നീട് ഒരിക്കലും ആ ബുറാക്കിന്റെ പുറത്ത് നബി കയറിയിട്ടുമില്ലല്ലോ. ആ ബുറാക്ക് എവിടെയെന്ന് ചോദിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് തിരിച്ചു ചോദിക്കാനുണ്ട് ഇസ്ലാമിലെ മിത്തുകളെ സംബന്ധിച്ച്. പ്രവാചകൻ എന്തിനാണ് ഇത്രയധികം വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കണം. എന്തിനാണ് പ്രവാചകൻ കുറച്ച് 4 മക്കളും ഒക്കെയുള്ള ഖദീജയെ വിവാഹം കഴിച്ചതെന്നും അവരുടെ സമ്പത്ത് തൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കണം. 53 വയസ്സായപ്പോൾ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് എന്തിനാണ് 6 വയസ്സുകാരിയോട് കാമം തോന്നിയിട്ട് അതിനെ കെട്ടിയത് എന്ന് ചോദിക്കണം. ബദർ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന്റെ ആനകളെ വവ്വാലുകൾ കല്ലെറിഞ്ഞു കൊന്നു. എങ്ങനെയാണത് വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കണം. വരണ്ട മരുഭൂമിയിൽ ആനകൾക്ക് ജീവിക്കാൻ പറ്റിയ പരിതസ്ഥിതി അന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കണം. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യോനിക്കല്ലുണ്ടല്ലോ കഅബയില്, അത് വിശ്വാസികളുടെയൊക്കെ വിശ്വാസികൾ ചെയ്ത പാപങ്ങളൊക്കെ പിടിച്ചെടുത്താണ് ആ കല്ല് കറുത്തു പോയത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കറുത്ത കല്ലിനെ മുത്തിയാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നുള്ളത് ശരിയാണോ? അള്ളാഹു ഇരിക്കുന്നത് മക്കയിലാണോ? ആ മക്കയിൽ പോയാൽ മാത്രമേ സ്വർഗം കിട്ടത്തുള്ളൂ. എന്തിനായിരിക്കും ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തം മകനെ കഴുത്ത് വെട്ടരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിശാചിനെ ഇത്രയും ആളുകൾ ഇങ്ങനെ മക്കയിൽ പോയി നിന്ന് AC-യിൽ നിന്ന് കല്ലെറിയുന്നത്? ഇത്രയും ആളുകൾ കല്ലെറിഞ്ഞിട്ടും പിശാചിനൊന്നും സംഭവിച്ചില്ലേ?
ലക്ഷക്കണക്കിന് പണം കൊടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് മക്കയിലേക്ക് പോയി നിന്ന് കല്ലെറിയേണ്ട കാര്യമുണ്ടോ? എന്നിട്ടും പിശാച് പന പോലെ വളരുവാണല്ലോ. ചെളിക്കുണ്ടിൽ എന്തിനാണ് സൂര്യൻ അസ്തമിക്കുന്നത്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഭൂമി പരന്നതാണെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഒരുപാട് വിഷയങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചു കൊടുക്കണം. ബീജത്തിൽ നിന്നും മാത്രമാണോ കുട്ടി ഉണ്ടാകുന്നത്? അണ്ടത്തിന് യാതൊരു കഴിവുമില്ലേ അതിനകത്ത്? തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ തിരിച്ച് അമുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് ചോദിച്ചാൽ തിരിച്ചവർക്ക് മറുപടി ഉണ്ടാവില്ല. അപ്പൊ അവര് പറയും, ഞങ്ങൾ എന്നാലേ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടേ പതിയെ സ്ഥലം വിട്ടു പോകും. ഒരിക്കലും പിന്നീട് ബ്രെയിൻ വാഷ് ചെയ്യാനോ മതം മാറ്റാനോ ഈ വഴി വരില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അമുസ്ലിം പേരൻസ് മക്കളെ കുറച്ച് കാര്യങ്ങളൊന്നും പഠിപ്പിക്കണം. കാരണം നമുക്കും ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകട്ടെ. നമുക്കും മക്കളെ വളർത്തണമല്ലോ. ഇതൊക്കെ അവരും തിരിച്ചൊന്ന് ചോദിക്കട്ടെ. അപ്പൊ എന്താണ് ഇവരുടെ റിയാക്ഷൻസ് എന്ന് നമുക്കറിയാമല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാ. തിരിച്ചടി കിട്ടുമ്പോൾ ഇവർ ചുമ്മാ മോങ്ങത്തേ ഉള്ളൂ. ഖുർആൻ കൊണ്ട്, ഖുർആനിലും ഹദീസിലുമുള്ള വസ്തുതകൾ നമ്പർ അടക്കം പറഞ്ഞു വിമർശിച്ചിട്ട് ഇവർക്ക് തലയ്ക്കകത്ത് വെളിവ് വെക്കുന്നില്ല. പിന്നെയാണോ വേറെടുത്ത കണ്ടോ ചിരി ചിന്ത. നോക്കി എന്താ കാണാൻ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവനെയൊക്കെ വിശ്വസിച്ച് ഇവന്റെ മാതാവിന് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? പിതാവിനെയും പിടിച്ച് കമിഴ്ത്തി കിടത്തും. പെങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ആകെ ഈ ഒരു ലൈംഗിക ചിന്തയും കൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? വഷളന്മാരായിട്ടുള്ള ഉസ്താദന്മാരും പ്രഭാഷകരും ഒക്കെ കാമഭ്രാന്തന്മാര്. പൈതലുകളെ കണ്ടാൽ പോലും അവരോടും ലൈംഗിക ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ. ഇവരുടെ കുറ്റമാണോ? നമ്മൾ ഇവരെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇവര് പഠിക്കുന്ന പുസ്തകം എന്താണ്? വേറെടുത്ത് നോക്കിയോ, ആദി കണ്ടോ? വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കാൻ. അല്ലടാ ആദി, നിന്റെ ഉമ്മ വേശ്യാവൃത്തി ചെയ്തപ്പോ ഉണ്ടായതാണോ? നീ ഉണ്ടായതാണെന്ന് ഉറപ്പാണ്, നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ഉമ്മായെ വേശ്യാവൃത്തിക്ക് കൊണ്ടുവിട്ടിട്ട് വാതിലിൽ കാത്തു നിൽക്കുമായിരിക്കും അല്ലേ? ഉമ്മയുടെ കള്ളക്കെട്ടിയും പോയിട്ട് വേണം നിനക്കിനി ഉമ്മായെ തിരിച്ചു കൊണ്ടുവരാനല്ലേ? അതോ ഉമ്മ വേശ്യാവൃത്തിക്ക് പോയതിന്റെ പണം വാങ്ങിച്ചിട്ട് പുട്ടടിക്കാൻ നിൽക്കുകയാണോടാ തെണ്ടി നീയെ? ഇവർക്ക് മറുപടികളില്ല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വിഷയങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോ, അതിലുള്ള വസ്തുതകൾ പറഞ്ഞ് വിമർശിക്കുമ്പോ ഇവർക്ക് മറുപടികൾ, ഇവർക്ക് പറയാൻ പറ്റുന്നത് ഇത്തരം അപരാധങ്ങൾ മാത്രമാണ്, തെറിവിളികൾ മാത്രമാണ്. ആദി, നീ ഒന്ന് മറുപടി പറയടാ. നിന്റെ വീട്ടിൽ പോയി നിന്റെ ഉമ്മയോട് മറുപടി പറ. ചെല്ല്, വേശ്യാവൃത്തി കഴിഞ്ഞിട്ടേ നിന്റെ തള്ള വന്നോന്ന് നോക്ക്. ചെല്ല്, എന്നിട്ട് അവിടെ പോയിട്ട് മറുപടി പറ. എന്റെ ചാനലിൽ നിന്റെ മറുപടിക്ക് ആവശ്യമില്ല. കാരണം നിന്നെ പോലെയുള്ള കാമഭ്രാന്തന്മാരെ ചെറിയ പ്രായത്തിൽ വെട്ടിയ സുനയുണ്ടല്ലോ, കുറച്ചും കൂടി കൂട്ടി കയറ്റി വെട്ടിയാല് തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ? എന്റെ ചാനലിൽ കയറി വന്നിട്ട് സ്റ്റോപ്പോ? നീ അങ്ങ് വീട്ടിൽ പോയിക്കോ, ഇത്രയും സമയമായില്ലേ, ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോ. ചെല്ല. ആകെ ഈ പുലഭ്യങ്ങൾ മാത്രം. എന്താ ഞാൻ ചെയ്തത്? ഖുർആനിലും ഹദീസിലുമുള്ള വസ്തുതകൾ പറഞ്ഞുപോയി. ഈ ലൈംഗിക അവയവത്തിന്റെ പേര് മാത്രം പറഞ്ഞ് സുഖിക്കുന്ന കുറച്ചു മരയോളികളായ മലരന്മാര്. പക്രു പണക്കാരനാണോടാ? പണവുമായിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ? ശരി ശരി, വെക്കോ. കുറെ പേരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടാറുണ്ട്. കാരണം വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. അത്രയ്ക്ക് അനാവശ്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇവരുടെ ഒന്നും വ്യൂവേഴ്സ് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി നാളെ കാണാം. നന്ദി.